പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് 36-ാം ദിവസം നാം ഒരുമിച്ച് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 36-ാം അധ്യായവും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായവുമാണ്. വളരെ സന്തോഷത്തോടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം. ഏദോം എന്ന ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവ് ഹിത്യനായ ഏലോന്റെ മകൾ ആദ, ഹിവ്യനായ സിബയോന്റെ മകളായ അനയുടെ മകൾ ഒഹോലിബാമ എന്നീ കനാന്യ കന്യകമാരെയും ഇഷ്മായേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ആദ ഏശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് രയൂവേലിനെ പ്രസവിച്ചു. ഒഹോലിബാമ യയൂഷിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ ഏശാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ വഹിയാവണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചു കൂടാതെയിരുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള ഏശാവ് സെയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. സെയീർ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവായ ഏശാവിന്റെ വംശപാരമ്പര്യമാവിത്. ഏശാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ. ഏശാവിന്റെ ഭാര്യയായ ആദയുടെ മകൻ എലീഫാസ്, ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ മകൻ രയൂവേൽ. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗത്ഭാം, കെനസ്, തിന്ന എന്നിവൾ. ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടി ആയിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിന്റെ ഭാര്യയായ ആദയുടെ പുത്രന്മാർ. രയൂവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. ഇവർ ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ പുത്രന്മാർ. സിബയോന്റെ മകളായ അനയുടെ മകൾ ഒഹോലിബാമ എന്ന ഏശാവിന്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ ഏശാവിന് യയൂഷ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. ഏശാവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ ഏശാവിന്റെ ആദ്യജാതൻ എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗബ്താം പ്രഭു, അമാലേക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദയുടെ പുത്രന്മാർ. ഏശാവിന്റെ മകനായ രയൂവേലിന്റെ പുത്രന്മാർ ആരെന്നാൽ നഹത്ത് പ്രഭു, സേരഹ് പ്രഭു, ഷമ്മ പ്രഭു, മിസ പ്രഭു. ഇവർ ഏദോം ദേശത്ത് രയൂവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിന്റെ ഭാര്യ ബാസമത്തിന്റെ പുത്രന്മാർ. ഏശാവിന്റെ ഭാര്യയായ ഒഹോലിബാമയുടെ പുത്രന്മാർ ആരെന്നാൽ യയൂഷ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അനയുടെ മകളായി ഏശാവിന്റെ ഭാര്യയായ ഒഹോലിബാമയിൽ നിന്നും ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള ഏശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു. ഹോര്യനായ സെയീരിന്റെ പുത്രന്മാരായ ദേശത്തിലെ പൂർവ്വനിവാസികളായവർ ആരെന്നാൽ ലോതാൻ, ശോബാൽ, സിബയോൻ, അന, ദീശോൻ, ഏസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സെയീരിന്റെ പുത്രന്മാരായ ഹോരിയ പ്രഭുക്കന്മാർ. ലോതാന്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും ആയിരുന്നു. ലോതാന്റെ സഹോദരി തിമ്ന. ശോബാലിന്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാൻ, മാനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം. സിബയോന്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു. മരുഭൂമിയിൽ തന്റെ അപ്പനായ
സിബയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ ചൂടുറവകൾ കണ്ടെത്തിയ അനാ ഇവൻ തന്നെ. അനാവിന്റെ മക്കൾ ഇവർ ദീശോനും അനാവിന്റെ മകൾ ഒഹൊലിബാമയും ആയിരുന്നു. ദീശോന്റെ പുത്രന്മാർ ആരെന്നാൽ ഹംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെരാൻ. യേസന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദീശാന്റെ പുത്രന്മാർ ഊസും ആരാനും ആയിരുന്നു. ഹോരിയ പ്രഭുക്കന്മാർ ആരെന്നാൽ ലോതാൻ പ്രഭു, ശോബാൽ പ്രഭു, സിബയോൻ പ്രഭു, അനാ പ്രഭു, ദീശോൻ പ്രഭു, ഏസർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സെയീർ ദേശത്തു വാണ ഹോരിയ പ്രഭുക്കന്മാർ ആയിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏദോം ദേശത്തു വാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിന്റെ പുത്രനായ ബേല ഏദോമിൽ രാജാവായിരുന്നു. അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാന്യ ദേശക്കാരനായ ഹൂശാം അവന് പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മിദ്യാനെ തോൽപ്പിച്ച ബദദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് ആവീത്ത് എന്ന പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കക്കാരൻ സംള അവന് പകരം രാജാവായി. സംള മരിച്ച ശേഷം നദീതീരത്തുള്ള രഹബോത്ത് പട്ടണക്കാരനായ ശൗൽ അവന് പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ലോരിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി. അക്ലോരിന്റെ മകനായ ബാൽഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പാവു എന്നു പേർ. അവന്റെ ഭാര്യയ്ക്ക് മെഹേതബേൽ എന്നു പേർ. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. വംശം വംശമായും ദേശം ദേശമായും പേരുപേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാവിത്: തിമ്ന പ്രഭു, അൽവ പ്രഭു, യദേത്ത് പ്രഭു, ഒഹൊലിബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിസ്ബാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും വാസസ്ഥലങ്ങളിലും വാണ ഏദോമ്യ പ്രഭുക്കന്മാർ ആകുന്നു. ഏദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ. 36 സങ്കീർത്തനം. ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്. അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്കു പറയുന്നു. അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു. ദോഷത്തെ വെറുക്കുന്നതുമില്ല. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. നിന്റെ നീതി ദിവ്യപർവ്വതങ്ങളെപ്പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെപ്പോലെയും ആകുന്നു. യഹോവേ, നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ. ഡംഭികളുടെ കാൽ എൻ്റെ നേരെ വരരുതേ. ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ. ദുഷ്പ്രവൃത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു. അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരമുണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും.
അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ്റെ ശിഷ്യന്മാർ, ഇവർക്കിവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. 7 എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു. അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു. അവർ തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. അവർ ഏകദേശം 4000 പേർ ആയിരുന്നു. അവൻ അവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരോട് കൂടെ പടക് കയറി ദൽമനൂദ അംശങ്ങളിലെത്തി. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്നൊരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു. അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട്, നോക്കുവീൻ, പരീശരുടെ പുളിച്ച മാവും ഹേരോദാവിന്റെ പുളിച്ച മാവും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. നമുക്ക് അപ്പം ഇല്ലായ്കയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പം ഇല്ലായ്കയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈസര്യയ്ക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി. വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട്, ജനങ്ങൾ എന്നെ ആരെന്നു പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ, ഏലിയാവെന്ന് ചിലർ, പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്നു പറയുന്നു എന്ന് ചോദിച്ചതിന്, നീ ക്രിസ്തു ആകുന്നുവെന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ, എന്നെ വിട്ടു പോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ
വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും.